ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനയ് പറയണ താൻ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ലടോ, തനിക്ക് തോന്നുന്നത് പോലെയല്ലേ എനിക്ക് എന്റെ മക്കളെ ഇഷ്ടമാണ്, ഞാൻ ചില സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ പെരുമാറി, പക്ഷെ എന്തോ ഒരു മനുഷ്യൻ അങ്ങനെ ആവണമെന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ പെട്ടെന്ന് മാറാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. ഓരോരുത്തര് ജനനത്തിൽ തന്നെ വാത്സല്യവും സ്നേഹവും മറ്റുള്ളവരെ അനുകമ്പയും ഒക്കെ പഠിക്കുന്നതാണ്, അല്ലാതെ അത് പെട്ടെന്നാവുന്നതല്ല എന്നിങ്ങനെ വിനയനോട് പറയാണ് കേട്ടോ. എന്തായാലും നാളെ തന്നെ നേരം വൈകിക്കേണ്ട, നിങ്ങൾക്ക് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹമല്ലേ, അതിന്റെ അനുചേച്ചിയുടെ മുന്നിലോട്ട് നമുക്ക് നാളെ പോവാം എന്നും പറഞ്ഞ് ചീരോടെ നിന്ന് പോകുമ്പോ തന്റെ മക്കളെയൊക്കെ ഒന്ന് തലോടി നോക്കുകയാണ് കേട്ടോ വിനയൻ. എന്നാൽ ഈ സമയം ദയാണ് കാണിക്കുന്നത്. ദയ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോ അനിത വരികയാണ്. എന്താ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ലടോ. എന്താ എന്നാലും പറയ് എന്ന് അനിത ചോദിച്ച ഉടനെ അത് പിന്നെ ഞാൻ എന്റെ സ്വർണത്തെ കുറിച്ച് ആലോചിച്ച. എന്താ ഇപ്പൊ സ്വർണത്തിന് പ്രശ്നം? ഈ സ്വർണം ഈ വീട്ടിൽ സേഫ് അല്ല. എന്താ ദയ, ഞങ്ങളൊക്കെ കക്കും എന്നാണോ നീ പറയുന്നത്? എന്താ ദയ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അയ്യോ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇവിടെ വാസന്തിയത്തിനും ധനേട്ടനും അവരെ വിശ്വസിക്കാൻ പറ്റില്ല, അവര് സ്വർണം കക്കാനും മടിക്കത്തില്ല. ഇത് കേട്ട ഉടനെ തന്നെ അത് ശരിയാണ്, നീ അവർ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അവരെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. എന്തായാലും ദയ ഞാനൊരു കാര്യം പറയട്ടെ, നീ ലോക്കറി കൊണ്ടുവച്ചേക്ക്. തീർച്ചയായും അത് വേണം, ലോക്കറിയിൽ കൊണ്ടുവെക്കണം എന്ന് പറയാൻ കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ സത്യനെയാണ് കാണിക്കുന്നത്. സത്യം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പ്രതിഭ വരികയാണ്. എന്താ സത്യട്ട ഇങ്ങനെ കാര്യമായ ചിരിയിലേക്കാണല്ലേ? ഒന്നുമില്ലടോ. അതെ സത്യട്ട, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്ന. എന്താ, അന്ന് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തില്ലേ? ആണ്, ചെയ്തു. പിന്നീട് നീ വേറെ ചെയ്തോ? ഞാൻ ചെയ്തു നോക്കി, കിറ്റ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ചെയ്തു നോക്കി സത്യട്ട. എന്നിട്ട് എന്താ, ഞാൻ നെഗറ്റീവ് ആവണേ എന്നും പറഞ്ഞിട്ടാണ് ഞാൻ ടെസ്റ്റ് ചെയ്തത്, പക്ഷേ പോസിറ്റീവായി എന്ന് പറയട്ടോ. ഇത് കേട്ടോടനെ എന്താടോ താനീ പറയുന്നത്? ഇത്രയും വലിയൊരു സന്തോഷ വാർത്ത നീ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്? അതെന്താ, തനിക്ക് ഗർഭിണിയാവുന്നത് ഇഷ്ടല്ലേ? അത് കേട്ടോടനെ പ്രതിഭ പറയണേ. അയ്യോ, എനിക്ക് ഗർഭിണിയാവുന്നത് ഇഷ്ടക്കേടൊന്നുമില്ല, പക്ഷേ എനിക്ക് പേടി അമ്മയാണ്. അമ്മ ഞാൻ ഗർഭിണിയാണെന്ന് സൂചന കൊടുത്തപ്പോഴേക്കും അമ്മ പൊട്ടിത്തെറിച്ചത് കണ്ടില്ലേ? അത് കേട്ടോടനെ പറയുന്നു. അത് അമ്മയോട് ആദ്യം പറഞ്ഞില്ല എന്ന ആ വൈരാഗ്യമാണ് അമ്മക്ക്. നിന്റെ അച്ഛനും അമ്മക്കും അവിടെ ചെന്ന് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് കേട്ടോടെ തന്നെ അത് ശരിയാണ്, എന്റെ അച്ഛനും അമ്മയുടെ അടുത്ത് തെറ്റുണ്ടെന്ന് എനിക്കും അറിയാം. അപ്പോൾ ഉടനെ എന്തായാലും എന്റെ അമ്മ അത് ചെയ്തില്ല, എന്റെ അമ്മയും അച്ഛനും ചെയ്ത തെറ്റ് തന്നെ. ഇനി എന്തായാലും നീ നേരം വഴിക്കണ്ട, എന്റെ അമ്മയെ ഒന്ന് സോപ്പിട്ട് പിടിച്ചേക്കേ. എന്റെ അമ്മയോട് ഇപ്പൊ തന്നെ ചെന്ന് പറഞ്ഞേക്ക് കാര്യം. നീ ആദ്യം അമ്മയോടായിരുന്നു പറയേണ്ടിയിരുന്നത്. അത് കേട്ടോടെ തന്നെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എനിക്ക് ആദ്യം തോന്നുന്നത് സത്യേട്ടനോട് പറയണെന്നാണ്. സത്യേട്ടനല്ലേ എന്റെ ഭർത്താവ്. അത് കേട്ടോടെ നന്നായി, എന്നാ നീ ഇവിടെ ഇരിക്കെ, എന്താ നീ ചെന്ന് പറ എന്നും വീണ്ടും പറയുമ്പോ അത് പറ്റില്ല, എനിക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റില്ല, സത്യനും കൂടെ എന്റെ കൂടെ വരും. എന്നാൽ നമുക്ക് നാളെ പറയാം. എന്താ അങ്ങനെ പറയുന്നത്? സത്യേട്ടനോട് പോലും പറയാതെ അമ്മയോട് പറയണമെന്ന് പറഞ്ഞ് സത്യേട്ടൻ നേരെ തിരിച്ചു പറയുന്നത് എന്താ? അത് കേട്ടോടെ തന്നെ എല്ലടോ, എനിക്കൊരു ചമ്മൽ. ആ ചമ്മൽ ആലോചിച്ചിട്ടാണ്. എന്തായാലും വേണ്ട, 2 മിനിറ്റ് ഒന്ന് ഞാൻ റെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ട് ഞാൻ 2 മിനിറ്റ് ഒക്കെ അതിന് ഒന്ന് തയ്യാറാവട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയും. ശരി സത്യേട്ടാ, നാണമാണോ സ്വന്തം കുഞ്ഞ്? അതേന്ന് വെട്ടിക്കോടോ. എന്തായാലും ഞാൻ നിന്നൊന്ന് കെട്ടിപ്പിടിക്കട്ടെ എന്ന് പറഞ്ഞ് സത്യം പ്രതിഭയെ കെട്ടിപ്പിടിക്കുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രവിയാണ്. രവിയോട് ഹർഷ പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് ലേബർ റൂമിലോട്ട് കയറണം, കയറുന്നതിന് മുന്നേ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഇന്ദ്രനെയും സുശീലേന്റെയും കാണണം. അത് കേൾക്കുന്ന കുഞ്ഞമ്മ, നീ എന്താ ഹർഷ പറയുന്നത്? നിന്നെ ഡോക്ടർ പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറയുന്ന സമയത്താണ് നീ ലേബർ റൂമിലോട്ട് കയറുന്ന സമയത്ത് അവരെ കാണണമെന്ന് പറഞ്ഞ? അതൊക്കെ നടക്കുന്ന കാര്യമാണ് രവിട്ട, ഒന്ന് വിളിച്ചു തരുമോ? എനിക്ക് എന്തൊക്കെ വരാൻ പോകുന്നത് പോലെ തോന്നുന്നു. അത് കേട്ട ഉടനെ രവി വിളിച്ചു കൊടുക്കുന്നു കേട്ടോ. അപ്പൊ സുശീല എല്ലാം ഉറക്കത്തിലാണ്. അപ്പൊ ഉടനെ തന്നെ സുശീല ഫോൺ എടുക്കുന്നു. എന്താ രവി? അതെ, ഹർഷക്ക് പെട്ടെന്ന് സർജറി വേണമെന്ന് പറയുന്നു. അതിന് മാത്രം എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹർഷക്ക് വേദനയുണ്ടോ? ഇല്ല, വേദന ഒന്നുമില്ല, പക്ഷെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഡോക്ടർ പറയുന്നു, അതുകൊണ്ട് പെട്ടെന്ന് സർജറി വേണമെന്ന് പറയുന്നു. അപ്പോഴേക്കും ഹർഷ ഫോൺ വേണം കേട്ടോ. സുശീലാന്റി എന്റെ അടുത്തോട്ട് വരുമോ? ഞാൻ ഇനി ജീവിതത്തിലോട്ട് വരില്ല എന്ന് തോന്നുന്നു, മരണം മുന്നിൽ കാണുന്നു. ലേബർ റൂമിലോട്ട് കയറും വഴി സുശീലാന്റിയെ ഇന്ദ്രനെയൊക്കെ എനിക്ക് കാണാൻ തോന്നുന്നു. ആന്റി എന്റെ അരികിലോട്ട് ഒന്ന് ഓടി എത്താമോ? എന്താ മോളെ ഇങ്ങനെയൊക്കെ പറഞ്ഞു? അതെ തീർച്ചയായും എത്താമോ? ഞാൻ വരാം, ശരി കട്ട് ചെയ്തോളൂ എന്നും പറയുമ്പോ അവിടെ കുഞ്ഞുമക്ക് ദേഷ്യം പിടിക്കാനിട്ടാ. എടി നീ എന്താ കുഞ്ഞെ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്? എന്ത് വൃത്തികെട്ട സ്വഭാവം നിന്റെ? അവിടെ ഡോക്ടർ പെട്ടെന്ന് എന്നെ സർജറി ചെയ്യണമെന്ന് പറയുമ്പോ നീ എന്താ ഈ കാണിക്കുന്നത്? എന്ത് സ്വഭാവമാണ് നിന്റെ? ഇതൊന്നും അനുവദിച്ചു കൊടുക്കില്ല രവി എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെ രവി മിണ്ടാതെ നിൽക്കണം കേട്ടോ. ഈ സമയമാണ് സിസ്റ്റർ, നിങ്ങൾ എത്ര നേരമായി ലേബർ റൂമിലോട്ട് വരാൻ പറഞ്ഞു? ഈ കണ്ട സമയത്തിന് എന്താ വരാത്ത? അത് കേട്ട ഉടനെ തന്നെ രവി പറയുന്നത് ഇവൾക്ക് ഇവളുടെ വേണ്ടപ്പെട്ട ആളുകളെ കാണണമെന്ന് പറയുന്നു, ആവാശി പിടിച്ചിട്ടാണ്. അപ്പോഴേക്കും ഡോക്ടർ പറയുന്നത് നിങ്ങൾക്ക് എന്താ ഇതിന്റെ സീരിയസ്നെസ് അറിയില്ലേ? ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു പെണ്ണിനെ പെട്ടെന്ന് സർജറി ചെയ്യാൻ ഒരു ഇവിടെ ഇപ്പൊ ആളെ കാണാൻ കുത്തിരിക്കുക, എന്തൊരു സ്വഭാവമാണ്, എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണ് ഇതൊക്കെയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇവരെ കൊണ്ടുപോയി, ഇവരെ കളിക്ക് നിൽക്കാനല്ലേ ഞാനിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഹർഷയെ കൊണ്ടുപോകാൻ കേട്ടോ.
ഇതേ സമയം സുശീല പുറത്തോട്ട് വരികയാണ്. ഈ സമയമാണെങ്കിലോ സത്യനാണ് മുന്നിൽ കാണുന്നത്. സത്യനെ കാണുന്ന സുശീലക്ക് പിടിച്ചില്ല. കൂടെ പ്രതിഭയുണ്ടല്ലോ. അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ് എനിക്ക് കാര്യം പറയാനുള്ളത്? നിന്റെ ഭാര്യ വീട്ടിലോട്ട് പോകണം എന്നുള്ള കാര്യം. നീ എവിടെ കച്ചിട്ട് പോയിക്കടാ നിന്റെ പെണ്ണിനെയും കൊണ്ട്. അത് കേട്ടോടുന്നെ അമ്മ ഞാനൊന്ന് പറയട്ടെ, നീ ഒന്ന് മാറി നിന്നേ. ഇന്ദ്ര നിന്റെ കഥകൊന്ന് തുറന്നേ എന്ന് പറഞ്ഞ് ഇന്ദ്രന്റെ മുന്നിലോട്ട് പോവാനേട്ടാ. അപ്പൊ ഉടൻ തന്നെ തുറക്കുന്നില്ല. ഇന്ദ്രൻ നല്ല ഉറക്കത്തിലാണ്. വീണ്ടും വീണ്ടും തട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് സത്യനും പ്രതിഭ തന്റെ വാക്കുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരമ്മ എന്ന മാവത്തിൽ അവിടെ നിൽക്കുകയാണ്. അപ്പൊ ഇന്ദ്രൻ കഥക് തുറക്കാണ്. എന്താ അമ്മേ, എന്തിനാ ഈ അർദ്ധ സമയത്ത് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു? ഈ അർദ്ധരാത്രിയിൽ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന എന്താ? അത് കേട്ട ഉടനെ അത് പിന്നെ അമ്മേ ഞാനൊരു കാര്യം പറയട്ടെ, സോറി ഞാൻ മോനെ നിന്നോട് ഒരു കാര്യം പറയട്ടെ. രവി വിളിച്ചിരുന്നു പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് ചെല്ലാൻ. അത് കേൾക്കുന്ന സത്യം പറയണേ, എന്തിനാ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകുന്നു? ഇന്ദ്രേട്ടൻ എന്തിനാ അമ്മക്ക് പോയാ പോരെ? അത് രവി പറഞ്ഞു ഇന്ദ്രനെയും കൂട്ടിച്ചെല്ലാന്. രവിയാണ് പറഞ്ഞത് അവൾക്ക് എന്തോ സീരിയസ്. ഇതൊക്കെ ഇന്ദ്രേട്ട വെറുതെ പറയാം, വെറുതെ ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ നിൽക്കാതെ ഇന്ദ്രേട്ടൻ അമ്മയുടെ താളത്തിന് തുള്ളാതെ ഇന്ദ്രേട്ട ഇവിടെ നിൽക്ക്. അത് കേട്ട ഉടനെ എടാ ഞാനല്ലത് പറഞ്ഞത്, ഇത് രവിയാണ് പറഞ്ഞത്. രവി അത്രയും സീരിയസ് ആയതുകൊണ്ട് അവന് ഒറ്റയ്ക്കായതുകൊണ്ടാണ് ഇന്ദ്രനെ വിളിച്ചത്. അതിലെന്താ തെറ്റ്? നീ വരുന്നുണ്ട് ഇന്ദ്ര എന്ന് പറയുമ്പോഴേക്കും ഇന്ദ്രൻ പോകുന്നു കേട്ടോ. ഈ സമയം മാറിക്കട മുന്നിൽ എന്ന് പറഞ്ഞിട്ട് സത്യനെ തട്ടിമാറ്റുന്നു. ഇതേ സമയം ഇത് പറയുന്നുണ്ട്, ലോക്കറിൽ നിന്ന് എടുക്കുന്ന സ്വർണം ലോക്കറിൽ നിന്ന് വെക്കുന്നതിനേക്കാൾ നല്ലത് നിന്റെ അച്ഛനെ നീ സേഫ് ആക്കിയിരുന്നെങ്കിൽ, നിന്റെ അച്ഛന്റെ കൈകളിൽ സ്വർണം കൊടുക്കായിരുന്നെങ്കിൽ അത് അവിടെ ഇരുന്നിരുന്നില്ലേ. അത് കേട്ടോടെ തന്നെ പറയണേ എന്റെ അച്ഛൻ ഒരു പാവമാണ് എന്ന് ദയ പറയണേ. എന്റെ അച്ഛൻ ആരെയും പാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ കൈ എറിഞ്ഞ് സഹായിക്കും. അതുപോലെ രണ്ടെണ്ണം ഉണ്ടല്ലോ അവിടെ, രഘുവേട്ടനും അമ്പിളിച്ചേച്ച് അവർക്ക് അങ്ങ് കൊടുക്കും എന്ന് പറയണ്ട. ഇത് കേൾക്കുന്നതിനോട് കൂടി അനിത ഞെട്ടിപ്പോവാണ്. എന്നാൽ ഈ സമയം ഹർഷയെ ഇങ്ങനെ ലേബർ റൂമിലോട്ട് ഇങ്ങനെ കൊണ്ടുപോവാണ്. ഹർഷ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇന്ദ്രന് സുശീല ആ വഴി വരുന്ന ഇന്ദ്ര എന്ന് പറഞ്ഞ് പതിയെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഇന്ദ്രനെ ഒന്ന് തൊടുവാനോ ഇന്ദ്രന്റെ അടുത്തിരിക്കാനോ ഒന്ന് കാണുവാനോ പറ്റാതെ ഹർഷ നിറകണ്ണുകളോടുകൂടി ലേബർ റൂമിലോട്ട് കയറുന്നു കേട്ടോ. പിന്നീട് ഇന്ദ്രനും സുശീലയെ എന്താ രവി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല ഡോക്ടർ പെട്ടെന്ന് സർജറി വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് കൊണ്ടുപോയിരിക്കുകയാണ്. എന്തായാലും കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല കുഴപ്പമൊന്നുമില്ല. അപ്പോഴേക്കും ഇന്ദ്രൻ രവി നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ, ഇതൊക്കെ സാധാരണയാണ്, ഇതൊന്നും പേടിക്കാനില്ല. പക്ഷെ എന്റെ ജീവിതത്തിൽ ആദ്യമാണ്, അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട്. ഹർഷയ്ക്ക് ഒരു കുഴപ്പമില്ലാതെ ഹർഷ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി, അത്രയേ ഉള്ളൂ എനിക്ക് എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ പിന്നീട് വരുന്നു കേട്ടോ. അപ്പൊ ഡോക്ടറെ കണ്ടോടെ തന്നെ രവി ചെന്നിട്ട് എന്താ ഹർഷയ്ക്ക് എന്തായി? ഹർഷയ്ക്ക് സർജറി നടത്താൻ പോവുകയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹർഷയ്ക്ക് സർജറി നടത്താൻ പറ്റില്ല, നാളെ രാവിലെ നടത്താൻ പറ്റുള്ളൂ. അതെന്താ ഡോക്ടർ? ഹർഷയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം അവളുടെ BP ആണ്, ഭയങ്കര ടെൻഷനിലാണ് അവൾക്ക് ഭയങ്കര BP ആയതുകൊണ്ട് തന്നെ ഇപ്പോ പ്രഷർ കൂടിയത് കൊണ്ട് തന്നെ ഇപ്പോ സർജറി നടത്താൻ പറ്റില്ല എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടി സുശീല ചോദിക്കുക എനിക്കത് കയറി കാണാൻ പറ്റുമോ? അയ്യോ അത് പറ്റത്തില്ല, നാളെ രാവിലെ സർജറി ഉണ്ടാവും അത്ര തന്നെ എന്നും പറഞ്ഞ് ഡോക്ടർ പോകുന്നു കേട്ടോ. അങ്ങനെ ഈ സമയം ഇത് കണ്ടിട്ട് കുഞ്ഞമ്മക്ക് സഹിക്കുന്നില്ല. കുഞ്ഞമ്മ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. ഇതേ സമയം ഹർഷയും കൊണ്ടുപോയിരിക്കുകയാണല്ലോ. അങ്ങനെ സുശീലക്ക് ഇങ്ങനെ കോട്ടുവായിട്ട് തുടങ്ങണം, ഉറക്കത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കണത് വല്ലാത്തൊരു ചൊറ തന്നെ എന്നുള്ള ആ ലെവലിൽ സുശീല നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ സുശീല പറയണേ എന്നാ ഞങ്ങൾ ഇനി പോയിക്കോട്ടെ, നാളെ രാവിലെ അല്ലേ സർജറി ഉണ്ടാവുള്ളൂ, ഞങ്ങൾ ഇവിടെ നിൽക്കണം രവി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്ദ്രൻ പറയണേ ഞാൻ ആ അമ്മയും കൊണ്ട് പോയിക്കോട്ടെ. അതിനെന്താ തീർച്ചയായും പോയിക്കോളൂ എന്ന് പറയുന്നു കേട്ടോ. ഇതേ സമയം സത്യനെയും ഷാമിനെയും സോനയൊക്കെയാണ് കാണിക്കുന്നത്. അവരും പുറത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ സത്യം പറയുന്നുണ്ട് എന്തായാലും പോയത് തീരെ ശരിയല്ല. അപ്പോൾ ഷാമു പറയണേ ഒരുപക്ഷെ രവി വിളിച്ചിട്ടാണെങ്കിലോ ആന്റി പറയുന്നത് അങ്ങ് വിശ്വസിച്ചാൽ മതി, വെറുതെ ഇനി അതിമ ചൊല്ലി ഒരു വഴക്കുണ്ടാക്കണ്ട, അങ്ങനെയാണ് എന്ന് വിശ്വസിക്കുക എന്ന് പറയണ്ട. അപ്പൊ അത് കേൾക്കും എന്തായാലും വിശ്വസിക്കുക, അല്ലാതെ വേറൊരു നിവൃത്തിയില്ലല്ലോ എന്ന് തിരിച്ചും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം എന്തായാലും അമ്മ വന്നതിന് ശേഷം, അമ്മ ഹർഷയുടെ പ്രസവം കഴിഞ്ഞതിന് ശേഷം ഇനി അമ്മയോട് പ്രതിഭ ഗർഭിണിയാണെന്ന് പറയാം, പക്ഷെ ഈ സത്യം ആരെയും വെളിപ്പെടുത്തരുത്, ആരും വെളിപ്പെടുത്താനും പാടില്ല. അമ്മ അറിഞ്ഞ പിന്നീട് അതിനാവും ദേഷ്യം. ഇക്കാര്യത്തിൽ മാത്രം എനിക്ക് എന്റെ അമ്മയുടെ അനുഗ്രഹമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ തന്നെ ക്ഷാമ ചോദിക്കാം അപ്പൊ ഇത് കൺഫേം ചെയ്യാനാണോ തുടരാനാണോ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും എനിക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ വേണം, എനിക്ക് പ്രതിഭക്കും ദൈവം തന്ന ആ വരദാനം ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നു എന്ന് സത്യം പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ കുഞ്ഞമ്മ ഇങ്ങനെ രവിയോട് പറയണേ രവി നീ ഇങ്ങനെ പാവമായി പോകരുതിട്ട്, ഇത്രയും പാവമായ അത്ര ശരിയല്ല. ലേബർ റൂമിലോട്ട് ഇത്രയും പ്രശ്നങ്ങളാവുമ്പോ അവളെ കയറ്റാൻ കൊണ്ടുപോകുമ്പോ അവള് ഇന്ദ്രനെയും സുശീലയും കാണാൻ പറയുന്നു, അതിലെന്താ അർത്ഥം? എന്തൊക്കെയോ ഉണ്ടല്ലോ ഇവരുടെ ഇടയിൽ, അതെന്തായിരിക്കും രവി? എന്തായാലും അത് ശരിയല്ല. ഇതിന്
ഇതിനൊക്കെ നീ നിന്ന് കൊടുക്കുന്നതാണ് തെറ്റ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രവി പറയണ അവളുടെ അവസ്ഥ ഇപ്പൊ അങ്ങനെയല്ലേ, അതുകൊണ്ട് ഞാൻ സാധിപ്പിച്ചു കൊടുത്തു എന്നുള്ളൂ. നീ ഇങ്ങനെ പാവമാവാൻ പാടില്ല. എന്റെ കുടുംബക്കാരി തന്നെയാണ് ഈ സുശീല എന്ന് പറയുന്നത്. പക്ഷെ അവളെ പോലെ ഒരു വൃത്തികെട്ടവൾ വേറെ എവിടെയും ഉണ്ടാവില്ല. സ്വന്തം മകന്റെ കുഞ്ഞിന്റെ പ്രസവ സമയത്ത് അവൾ ഓടി നടന്നവളാണ്. അവിടെ അത്ര വൃത്തികെട്ടവളാണ്, തിരിഞ്ഞു നോക്കാത്ത ഇനമാണ്. പിന്നെയാണോ ഈ അർഷയുടെ? അതെ, ഞാൻ ഗൾഫ് രാജ്യത്താവുമ്പോ ഏറ്റവും കൂടുതൽ ഈ അർഷയ്ക്ക് വിലപ്പെട്ടത് ഈ സുശീല ഇന്ദ്രനായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ കണ്ണിൽ കാണുന്നത്. എന്തായാലും എന്റെ കുടുംബജീവിതമാണ് തകരുന്നത് എനിക്കറിയാം. പക്ഷെ ഞാൻ അവർക്ക് ഇപ്പൊ ഒരു ഇടം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോ ഹർഷയെ വേദനിപ്പിക്കാൻ പറ്റില്ല. അങ്ങനത്തെ മാനസികാവസ്ഥയിലാണല്ലോ. അവളുടെ പ്രസവം കഴിയട്ടെ, എന്റെ കുഞ്ഞു പുറത്തു വരട്ടെ. അതോടുകൂടി പിന്നീട് ഞാൻ കൊടുക്കുന്ന ശിക്ഷ 7 അയലകത്ത് പോലും അവരെ അടുപ്പിക്കില്ല എന്നൊക്കെ രവി പറയുന്ന ആ കിട്ടുക്കൻ സീനാണ് കേട്ടോ.